അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു വർക്കൊന്നും നിങ്ങൾ മര്യാദയ്ക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബിൽ പ്രോജക്റ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയമാണ് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. കാര്യം എന്നെക്കൊണ്ട് ഇതെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ചെയ്തിരിക്കുമ്പോൾ മറ്റുള്ളവർ സപ്പോർട്ട് നിനക്ക് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിൽക്കുന്നത്. പിന്നെ അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്കും നോർമലായിട്ടുള്ളൊരു ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യും. അതായത് നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അതല്ലാതെ ഇതെല്ലാം ടൈം ആകുമ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് വരുമെന്നും പറഞ്ഞ് നോക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ജോലികൾ അതല്ലെങ്കിൽ പ്രൊമോഷന് ഇതിനൊക്കെ ഇത് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യുക. മറ്റുള്ളവരുടെ കാര്യത്തിനും ഒന്നും നോക്കി നിൽക്കാതെ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ വൃത്തിയായി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കരിയറിലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ടിന്യൂ ചെയ്യണോ അതോ വേറെ ഇതിലോട്ട് പോകണോ എന്നൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ടൈം എടുത്ത് നിങ്ങൾ ചിന്തിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജോലിയാണ് നിങ്ങൾക്ക് വളരെ സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളൊരു ജോലിയിലോട്ട് പോകാനും അങ്ങനെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ കാണുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തിരക്കി പോകാനാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ നല്ല രീതിയിൽ ഒന്നുകൂടെ ചിന്തിക്കുക. അതായത് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഇത് തന്നെ വേണോ അതോ നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ഒരു കാര്യത്തിന് ഒരു ലക്ഷ്യമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എങ്ങനെയാവണം നിങ്ങളുടെ ഒരു മേ ബി ഒരു ബിസിനസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പഠിച്ചിട്ട് വേറെ തരത്തിൽ പോകാം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങൾ അതിലോട്ട് വേഗം തന്നെ എത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നിങ്ങൾ എത്താൻ വേണ്ടി അത് കിട്ടാൻ വേണ്ടി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ജോലിയാണ് നിങ്ങളിപ്പോൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങളുടെ സോളിനെയും ഒക്കെ സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു ജോലി, അതായത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ആ ഒരു ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ജോലിക്ക് ചിലപ്പോൾ ഒരു പുതിയൊരു ജോലിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ജോലി കളഞ്ഞിട്ട് ആ ഒരു ഓഫർ നിങ്ങൾ സ്വീകരിക്കുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലക്ഷ്യം വേറേതാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക.